നമ്മുടെ ഇസ്രായേലിലെ സ്നേഹിതൻ ശ്രീ സ്റ്റീഫൻ കൂടി ചേരുന്നുണ്ട് നേരിട്ട്. സ്റ്റീഫൻ, മിനിഞ്ഞാന്ന് മുതൽ വലിയ ആക്രമണം സംഭവിച്ചിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ടെല്ലവീവിലും മറ്റും സംഭവിച്ചു എന്നുള്ളതാണ്. എന്താണ് സാഹചര്യം? ഇപ്പോഴും ബങ്കറിൽ തന്നെയാണോ സ്റ്റീഫൻ ഉള്ളത്? നിലവിൽ ഇപ്പോൾ അങ്ങനെ ബംഗാളിലൊന്നുമല്ല. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സാധാരണ ജനജീവിതം സാധാരണ പോലെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. സംഭവിച്ചത് അതായത് വെളുപ്പിന് 3 മണിക്കായിരുന്നു അവിടുന്ന് ഒരു ഏകദേശം 100ഓളം ഡ്രോൺസ് അവർ വിട്ടിരുന്നു. പക്ഷെ അതൊന്നുപോലും ഇസ്രായേലിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഡിസ്ട്രോയ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇന്നലെ രാത്രിയിലാണ്. ഇന്നലെ രാത്രി ഏകദേശം 8 മണിക്കോടുകൂടി ബാലിസ്റ്റിക് മിസൈൽ വന്നതിന് ശേഷമാണ് ടെല്ലവീവ് അടക്കമുള്ള സ്ഥലങ്ങൾ മുമ്പ് തൊട്ടേ ഇവരുടെ ടാർഗറ്റ് ടെല്ലവീവ് ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ മിസൈൽസ് വന്ന് വീണിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെല്ലവീവ് ഭാഗങ്ങളിലും ജെറുസലേം ഭാഗങ്ങളിലുമാണ്. പക്ഷേ ഈ ഇന്നലെ 2 കാഷ്വാലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ ഒരു അറ്റാക്കിലാണ് ഒരു കാഷ്വാലിറ്റി, മൊത്തം 3 കാഷ്വാലിറ്റി ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലുള്ള അത്ര വലിയ ഒരു പ്രശ്നങ്ങൾ നിലവിൽ ഇവിടെ ഇല്ല. അതായത് ഈ ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ ഡ്രോണുകൾ പറന്നെത്തി അതിനെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് പൂർണ്ണമായും തകർക്കാൻ പറ്റി. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നപ്പോഴേക്കും പ്രശ്നങ്ങളായി അല്ലേ? അതെ, ഈ ബാലിസ്റ്റിക് കൂടുതലും ഇവിടെ ഡ്രോൺ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ഇവിടെ എഫക്ട് ചെയ്യാറില്ല. കൂടുതലും നമുക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഈ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന കാഴ്ചകൾ, കാറുകൾ തകർന്നു കിടക്കുന്ന കാഴ്ചകൾ, ആളുകളൊക്കെ നിലവിളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും മറ്റും. രഞ്ജിത്ത്, അതിന്റെ യഥാർത്ഥ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇന്നലെയും ഇന്നും ഇവിടുത്തെ ഷബാത്താണ്, ഇവിടുത്തെ ഹോളിഡേ ആണ്. അപ്പൊ നോർമലി എല്ലാവരും വീടുകളിൽ തങ്ങുന്ന ഒരു സന്ദർഭമാണ്. വാഹനങ്ങളെല്ലാം അവരവരെ വീടുകളിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും പുറത്തേക്ക് യാത്ര ചെയ്യുന്നില്ല, എല്ലാവരും വീടുകളിൽ തന്നെ ഉണ്ടാവും. അപ്പം എന്നിട്ട് കൂടിയും ഈ ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഊഹിക്കാമല്ലോ. അത് ഇന്നലെ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം 70ഓളം ആൾക്കാർക്ക് ഇഞ്ചേർഡ് ആണ്. ഈ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് തുടർച്ചയായി ഉണ്ടോ സ്റ്റീഫൻ? സൈറനുകൾ മുഴങ്ങുന്നതൊക്കെ കേൾക്കാം. ഇപ്പം ഈ ബാലിസ്റ്റിക് മിസൈൽ വരുന്നതിന് ഇപ്പൊ പുതിയ അഡ്വാൻസിങ് ആയിട്ട് ഇവരുടെ ഈ അയൺ ഡോമിന്റെ ഒരു പുതിയ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. ബാലിസ്റ്റിക് മിസൈൽ നമുക്കിവിടെ പതിക്കുന്നതിന് ഒരുപാട് മിനിറ്റുകൾക്ക് മുമ്പേ തന്നെ നമുക്ക് അലാറം വീഴാറുണ്ട്. അതിനുശേഷം മാത്രമേ ഈ സാധനം ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് ഇവിടെ നേരിട്ട് വരികയുള്ളൂ. അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്, അദ്ദേഹം ബങ്കറിനുള്ളിലാണ്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യം വിട്ടു എന്നൊക്കെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ അറിയുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വാർത്തയും അങ്ങനെയുള്ള വാർത്തകളെല്ലാം വളരെ തെറ്റാണ്. അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല. ഈ ബങ്കറുകൾക്കുള്ളിൽ ഒളിക്കുക അല്ലെങ്കിൽ അവിടെ സുരക്ഷാ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇത്തരം ആക്രമണം നടക്കുമ്പോൾ പൗരന്മാർ ചെയ്യുന്നത്. അതിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും സജ്ജമാണ് അവിടെ. അതെ, സജ്ജമാണ്. ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വളരെ ചുരുക്കമാണ്. എന്നിരുന്നാലും എല്ലാ സ്ഥലങ്ങളിലും ബങ്കറിലേക്കാണ് എല്ലാവരും. നമുക്ക് ഇത് IDFന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തിന് തൊട്ടു മുമ്പ് തന്നെ IDF നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തരും. അത് SMS ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. നിങ്ങൾ ബങ്കറിലേക്ക് ഇത്ര സമയം ഇരിക്കുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വരും. ഈ സംഭവവികാസങ്ങളെല്ലാം നടന്നതിന് ശേഷം വീണ്ടും അവരുടെ തന്നെ ഇൻസ്ട്രക്ഷൻ വരും, നിങ്ങൾക്ക് ബങ്കറിൽ നിന്ന് നിങ്ങൾക്ക് ലീവ് ചെയ്യാം എന്നുള്ള മെസ്സേജും അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓഫീസുകളും സ്കൂളുകളും ഒക്കെ ഇന്ന് ഒരുപക്ഷെ അവധി ദിവസങ്ങളായിരിക്കാം. പക്ഷെ അതിനുശേഷം എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? പ്രവർത്തിക്കാമെന്ന് തന്നെയാണോ? അതെ, ഇപ്പോൾ പ്രവർത്തിക്കാമെന്ന്. പക്ഷെ ഇന്നിപ്പോ എന്തായാലും ഒന്നും പ്രവർത്തിക്കില്ല. കാര്യം ഇന്ന് ഇവിടെ ഹോളിഡേ ആണ്. ഇവിടുത്തെ നാളെയാണ് നോർമൽ ഇവിടുത്തെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഇന്ന് രാത്രി എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. കാര്യം കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽസ് കൂടുതലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാം രാത്രിയിലാണ്. അപ്പൊ അതിന്റെ എന്താണ് ബാക്കി ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് കാത്തിരുന്ന് കാണാം. ശ്രീ ജോസ്ലീബ, നമുക്കറിയാം വലിയ യുദ്ധം പലസ്തീനുമായി നടത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കഴിഞ്ഞ കുറേ നാളുകളായി അത്